ഞാനിപ്പോഴാണ് ടോക്സിക്കിൻ്റെ ട്രെയിലർ കാണുന്നത്. കുറേ നാളിന് ശേഷം, കുറേ നാൾ കൊണ്ട് വെയിറ്റിംഗ് ആയിരുന്നു. KGF 2 കഴിഞ്ഞതിന് ശേഷം പുള്ളി എന്ത് മൂവിയിലായിരിക്കും പുള്ളി ഇനി പോയി സൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഓറയുള്ളൊരു KGF കണ്ട ആരും എന്തായാലും പുള്ളിയെ ഇഷ്ടപ്പെടാതിരിക്കില്ല. പുള്ളി ഒരു ആക്ടറാണ്. സത്യം പറഞ്ഞാൽ മാസ് ചെയ്യാൻ ചുരുക്കം ചില ആൾക്കാരിൽ ഒരു നടനാണ്. ഇപ്പം മാസമായിട്ട് അങ്ങനെ ചെയ്യുന്ന പ്രഭാസാണ്. പ്രഭാസ് നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അടിപൊളിയായിട്ട് ചെയ്യുന്ന രജനീകാന്ത്, വിജയ്, അങ്ങനെ സൗത്തിലെ കൂടുതലും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഹിന്ദിയിൽ സൽമാൻ, അങ്ങനെ ചില നടന്മാരിൽ ഒരു അടിപൊളി ഒരു നടൻ തന്നെയാണ് യശ്. ഇപ്പോൾ ഉള്ളതിലേക്ക് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് തന്നെയാണ് പുള്ളി. അപ്പം അങ്ങനത്തെ ഒരാളുടെ ഇന്ന് കുറേ നാളുകൊണ്ട് ഇങ്ങനെ. പക്ഷേ എനിക്ക് ഏറ്റവും അതല്ല, അങ്ങനെ ഒരാൾ KGF ഒക്കെ ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു ആളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് മലയാളത്തിലുള്ള ഗീതു മോഹൻദാസിനാണ് പുള്ളി ഡേറ്റ് കൊടുത്തതെന്നാണ് വെച്ചാൽ. സത്യം പറഞ്ഞാൽ ഒരു മലയാളിയാണെങ്കിൽ പോലും അഭിമാനം തോന്നുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ആലോചിച്ചു, ഗീതു മോഹൻദാസിൻ്റെ അടുത്ത് ഡേറ്റ് കൊടുക്കുമ്പോൾ വല്ല അവാർഡ് പടം എന്ത് ഉദ്ദേശിച്ചായിരിക്കും കൊടുത്തേക്കുന്നത്, ഒരു പിടുത്തമില്ലായിരുന്നു. പിന്നെ അതും ഏറ്റവും ഇതിനകത്ത് ഒരു രസകരമായിട്ട് കേട്ട് ഞാൻ പറയാം. അങ്ങനെ കുറേ നാളുകൊണ്ട് അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഗീതു മോഹൻദാസിനൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ഹോപ്പൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും പുള്ളീനെ കൊണ്ട് പുള്ളിയുടെ ലെവൽ കൊണ്ട് തുലയ്ക്കാനായിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ട്രെയിലറുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കസബ മൂവിയൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സീനുണ്ടാക്കി. മമ്മൂട്ടിയും ഇന്ന് വേണ്ട എല്ലാവരെയും സീനാക്കി ഡയറക്ടറിനെ എല്ലാവരെയും പറഞ്ഞ് മൊത്തം ആണുങ്ങളെ തന്നെ അടക്കം കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ടീമിനകത്തുള്ള ആളാണ് ഈ പറഞ്ഞ ഗീതു മോഹൻദാസ്. പക്ഷേ ഈ WCC എന്ന് പറയുന്നൊരു സംഘടന എന്ന് പറയുന്നതിനോട് തന്നെ പിച്ചോണ്. സിനിമയിലുള്ള എന്തെങ്കിലും ഒരു ആൾക്കാരുടെ കാര്യം വരുമ്പോൾ മാത്രം പൊട്ടി മുളച്ച് എന്തെങ്കിലും വരുന്നതല്ലാതെ, അതും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം അതിനകത്ത് ഇങ്ങനെ അവരെ കാണാം. നല്ലത് വരുമ്പോൾ ആരെയും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതോ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തിനകത്ത് ഇല്ലാതെ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ അവർക്ക് കുറച്ച് അവരാരും അറിയാതെ കിടക്കുന്നവരെ 10 പേർ അറിയിക്കാൻ വേണ്ടി മാത്രം വന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നൊരു ആൾക്കാരിൽ പെടുന്ന ഒരാളായിരുന്നു ഇവരും. അപ്പോൾ അവർക്കൊരു ഡേറ്റായി കൊടുത്തു വന്നപ്പോൾ വലിയതൊന്നും തോന്നിയില്ല, സങ്കടമാണ് തോന്നിയത്. പക്ഷേ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അത് ഇപ്പം ഇത് കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലറായിപ്പോൾ നിങ്ങളത് ടീച്ചർ കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ മതി. ഇതിൻ്റെ തുടക്കം സത്യം പറഞ്ഞാൽ ഒരു മാർക്കോ രീതിയായിട്ട് എനിക്ക് തോന്നി. മാർക്കോയുടെ ഒരു സ്റ്റൈലൊക്കെയാണ് കണ്ടു കഴിഞ്ഞപ്പം തോന്നി. മാർക്കോ നല്ല സ്റ്റൈലായിട്ട് എടുത്തേക്കുന്നത്. അതേ ഒരു സ്റ്റൈലാണ് തുടക്കം ഈ ടീച്ചറിനകത്തുള്ള. അപ്പോൾ നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെ, മുമ്പും കണ്ട അങ്ങനത്തെ സാധനമൊക്കെ തന്നെയാണ്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഇതൊരു കളിപ്പടമാണോ എന്ന് തോന്നി സത്യം പറഞ്ഞു തുടക്കം കണ്ടപ്പം. യഷിനെയൊക്കെ ഇങ്ങനൊരു രീതി കാണുമെന്ന് പറഞ്ഞാൽ. പക്ഷേ സംഭവം കൊള്ളാം. കാരണം ഇപ്പോൾ ഒരു ട്രെയിലറൊക്കെ ചർച്ചയാക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും ഒക്കെ കുറച്ച് പാടാം നമുക്ക്. ചിലത് മോശമാവാൻ, ചിലത് വിചാരിച്ച ഹൈപ്പിനകത്ത് വരത്തില്ല, ചിലത് വിചാരിച്ച ഹൈപ്പിനേക്കാളും കൂടുതലായിരിക്കും, ചിലത് ആവറേജ് ആയിരിക്കും, ഒരു തണുത്ത രീതിയിലായിരിക്കും. പക്ഷേ ഇത് കുറച്ച് ചൂടാണ്. ഇതൊരു കളി പ്ലസ് വെടി പുക ഇടിയെല്ലാം ഉണ്ട്. പിന്നെ യഷ് ആസ് യൂഷ്വൽ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പിന്നെ നോക്കാം നമുക്ക് എന്താണെന്ന്. എന്തായാലും സംഭവം കൊള്ളാം, നൈസായിട്ടുണ്ട്.